ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഈ രണ്ട് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Two numbers are in the ratio 2:3 and their LCM is 180. What is the HCF of these numbers? So we know here the numbers are in the ratio. The ratio is 2:3. So we can take the numbers as let the numbers. Numbers, how can we take the number? 2x and 3x. എന്തുകൊണ്ടാണ് നമുക്ക് അറിയാം റേഷ്യോയിൽ എന്ന് പറഞ്ഞാല് 2/3 ഫോമിലോ അല്ലെങ്കിൽ 2:3 ഫോമിലോ നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പൊ ഇതിനൊരു കോമൺ എന്തോ ഒരു വാല്യൂ കോമൺ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അതായത് ടൂവിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ത്രീനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് മൾട്ടിപ്പിൾസ് കിട്ടും. അതാണ് റേഷ്യോ മീൻ ചെയ്യുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് 2:3 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ എക്സിന്റെ വാല്യൂ ഇപ്പൊ 2 കൊടുത്താല് നമുക്ക് എന്ത് കിട്ടും? 4/6 എന്ന് കിട്ടും. 3 കൊടുത്താൽ വേറെ നമ്പർ കിട്ടും. ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മള് 2x ഉം 3x ഉം ആണ് നമ്പേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്കറിയാം LCM ഈക്വൽ ടു 180. ഇപ്പൊ LCM ഓഫ് 2x, 3x എന്തായിരിക്കും? LCM ഓഫ് 3x, 2x എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 2xന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്താണ്? 2 × x. 3xന്റെ പ്രൈം ഫാക്ടേഴ്സോ 3 × x. സോ നമ്മൾ LCM എങ്ങനെയാ എടുക്കുക? എല്ലാ പ്രൈം ഫാക്ടേഴ്സും 2 എടുക്കും, 3 എടുക്കും, എക്സ് എടുക്കും അല്ലെ. 2 × 3 × x, ദാറ്റ് ഈസ് ഈക്വൽ ടു 6x. സോ നമുക്ക് പറയാം 6x ഇസ് ഈക്വൽ ടു 180 എന്ന് നമുക്ക് ഗിവൺ ആണ്. സോ x ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇവിടെ നമുക്ക് എക്സ് കിട്ടിയാൽ മതി. എന്തുകൊണ്ടാണ് എക്സ് കിട്ടിയാൽ മതി എന്ന് പറയുന്നത്? ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് നമ്പേഴ്സ് 2x, 3x അല്ലേ. ഇതിന്റെ കോമൺ എന്താണോ വന്നേക്കുന്നത് അതല്ലേ അതിന്റെ HCF എന്ന് പറയുന്നത്. സോ എക്സ് ഇസ് ദി HCF. സോ നമുക്ക് എന്താ HCF അവിടെ ഫൈൻഡ് ആയി. HCF ഈക്വൽ ടു x ഈക്വൽ ടു 30. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 72 and 127 ലീവിംഗ് റിമൈൻഡേഴ്സ് 7 and 10 റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാല് നമുക്കറിയാം 72, 127 7ഉം 10ഉം റിമൈൻഡർ. അതായത് 72 7 റിമൈൻഡറും വരണം, 127 10 റിമൈൻഡറും വരണം. എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ റിമൈൻഡർ വരാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതിന്റെ ലാസ്റ്റ് വരുന്നതാണ് റിമൈൻഡർ. ആ റിമൈൻഡർ കൊണ്ട് ആ നമ്പറിനെ ആഡ് ചെയ്താല് അതൊരു കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 72 ഇങ്ങനെ റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞ് തന്നാല് ആ 72 മൈനസ് ആ റിമൈൻഡർ ചെയ്യാം. 72 മൈനസ് 7 ചെയ്യാം. സോ വി ഗെറ്റ് 65. അതുപോലെ തന്നെ 127 മൈനസ് 10 ചെയ്യാം. സോ വി ഗെറ്റ് 117. ഈ രണ്ട് നമ്പേഴ്സിനെ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. ഇവിടെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് HCF ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് വേണ്ടത്. രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. ഈ 65നെയും 117നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ. അപ്പോ അവിടെ റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ ഓർക്കുക ആ നമ്പറിനെ ആ റിമൈൻഡറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താല് നമുക്ക് കിട്ടേണ്ട നമ്പർ കിട്ടും. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 65നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പിന്നെ 5 ആണ് 30. ഓക്കെ, ലൈക്ക് വൈസ് 117നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 3 പോകുന്നു. ഓക്കെ, 11 വരുമ്പോ 3 3s are 9. So 27, 9. 9 3s are 27. 3 1 3. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം ഏതായിരിക്കും അവിടുത്തെ HCF എന്ന് പറയുന്നത്. 13 ആയിരിക്കും അല്ലേ. നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? 65 is equal to 5 × 13. Then 117 is equal to 3² × 30.
So our HCF is equal to HCF of 65,117 is equal to 13. Okay. അപ്പൊ ആ HCF ആണ് അവിടുത്തെ ഫൈനൽ ആൻസർ ആയിട്ട് വരാം കേട്ടോ. I know. Mom.